അങ്ങനെ നമ്മള് മുക്കാലി എത്തിട്ടോ. നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മളിപ്പോ വൈൽഡ് ലൈഫ് ക്യാമ്പിങ്ങിന് വന്നിട്ട് ക്ലീനിങ്. അപ്പൊ നമ്മളെ എല്ലാവരും റെഡി ആയിക്കാ കോട്ടൊക്കെ ഇട്ട്. എന്താ അല്ല, നമ്മളെ ഫോറസ്റ്റിന്റെ വണ്ടിയിൽ ഇവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഇനി ക്ലീനിങ് പരിപാടിക്ക് പോകണം. നല്ല മഴയാ. ആദ്യം മുൻകൂട്ടി കാണേണ്ടതൊന്ന്, എന്നിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ ഇറങ്ങുന്ന ഈ ഒരു വനം ഒരു വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാടാണ്. ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനകത്തൂടെയാണ് ഈ അട്ടപ്പാടി ചുരം കടന്നു പോകുന്നത്. ഈ എവർഗ്രീൻ ഫോറസ്റ്റിനകത്താണ് ഈ വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലൂടെ ഒഴുകുന്ന മന്തംപൊട്ടി തോട്, ഈ മന്തംപൊട്ടി തോട്ടിലൂടെ വെള്ളം ഒഴുകി താഴെ കുറേയേറെ ജനങ്ങൾ ഈ വെള്ളം കുടിക്കുന്നുണ്ട്. അതായത് ഒരു ജനതയുടെ കുടിവെള്ളത്തിലേക്കാണ് ഈ വേസ്റ്റ് ഇടുന്നത്. അപ്പൊ ആ വേസ്റ്റ് ഇടുന്ന ആൾക്കാർ ഒരു പക്ഷെ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ ഇത് തന്നെയാണ് ഉണ്ടാവുന്ന കുറേയേറെ രോഗങ്ങൾ. കാരണം നമുക്ക് ഇവിടുന്ന് ഇതിന് മുമ്പത്തെ ക്യാമ്പിൽ വന്ന സമയത്ത് മെഡിക്കൽ വേസ്റ്റ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വേസ്റ്റുകൾ തള്ളാനുള്ള ഒരു സ്ഥലമല്ല വനം എന്നുള്ള ഒരു തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ഇന്ന് 2-3 പ്രോഗ്രാമുകളാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അവിടെയും തത്തേങ്കലത്തും ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെയും നാളെ വീണ്ടും തത്തേങ്കലത്തുണ്ട്. നാളെ രാവിലെ വീണ്ടും തത്തേങ്കലത്ത് ഒരു ചെറിയൊരു ആക്ടിവിറ്റീസ് കൂടി ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ക്യാമ്പ് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നൈറ്റ് നമുക്ക് അവിടെ താമസിക്കാം. അപ്പൊ ഓക്കെ, ഇനി ജസ്റ്റ് ഇതിന്റെ 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൃത്യം കൂടി പറഞ്ഞ് അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടോ. നമ്മൾ ഈ റോഡ് സൈഡിൽ കണ്ടോ, ഈ റോഡ് സൈഡിൽ ഫുള്ള് വേസ്റ്റ് നമ്മൾ എടുത്ത്. ഇതവിടെ താഴെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ താഴേക്ക് ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അപ്പൊ ഒരു കയറൊക്കെ കെട്ടി ഇറങ്ങി താഴെ എന്നിട്ട് എല്ലാരും എടുത്തത്. ഇതുണ്ട്, ഇതാണ് നമ്മുടെ വേസ്റ്റ് കച്ചണ. ഇതാണ് നമ്മളിന്ന് കളക്ട് ചെയ്ത വേസ്റ്റുകളുണ്ട്. എത്ര ചാക്കാന്ന് നോക്കി. അപ്പൊ എല്ലാരും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അട്ടവടിയൊക്കെ ഉണ്ടിട്ടാ ഇഷ്ടം പോലെ. ഇവിടെ താഴെ ഫുള്ള് വേസ്റ്റ് ആയിരുന്നു. ഇവര് കയറൊക്കെ കെട്ടി ഇറങ്ങി. വേണ്ട, അവിടെ കയറുണ്ടോ, കയറ് കെട്ടി ഇറങ്ങി. ഇത് ഇവിടത്തെ താമസിക്കുന്ന ആൾക്കാർ കുടിക്കുന്ന കുടിവെള്ളാട്ടോ ഈ പുഴയിലുള്ളത്. അതിലാണ് എല്ലാരും ഈ വേസ്റ്റ് ഇടുന്നത്. വേസ്റ്റ് ഉണ്ടോ? ഇനിയേലും ഈ വഴി പോകുന്ന ആൾക്കാര് മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, സൈലന്റ് വാലി, ഇതുപോലെ വേസ്റ്റ് എറിയാതിരിക്കുക. വണ്ടി പോണവര് കുപ്പിയും കള്ളു കുടിച്ച കുപ്പി, ഡയപ്പറാണ് ഏറ്റവും നാശം. എനിക്കൊണ്ട് കുടുംബ പരമ്പരകളുടെ ഡയപ്പർ വർഷങ്ങളായിട്ടുള്ളതൊക്കെ കൊണ്ട് തട്ടിയേക്കണെന്ന് തോന്നുന്നു. എല്ലാരും സാധനങ്ങളൊക്കെ വലിച്ചെറിയാതിരിക്കുക. കാട് എല്ലാവരുടെയും സമ്പത്താണ്. ഇത് കാണിച്ചു കൊടുക്കൂ. അത് ഞാൻ കാണിച്ചല്ലോ. ഇതാണ്, ഇത് കണ്ട, ഇതിന്റെ താഴെ ഒഴുകുന്നത് ശരിക്കും പുഴയാണ്. ഇവിടെ ഈ വെള്ളം പോകുന്നത് താഴെ, ഇതിന് താഴെ താമസിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണ്. അവിടെ അതും കൂടെ നോക്കാതെ ഈ വേസ്റ്റ് മൊത്തത്തിൽ ഒരു മഴ പെയ്ത് വെള്ളം വന്നാൽ ഫുൾ അതിലൂടെ എന്താവും, പോവല്ലോ. ഇത്രയും വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തത് ഇവിടുന്നാണ്. കാരണം ഇത് കൊണ്ടുവന്നിടുന്നത് ഈ ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ അവരുടെ വീട്ടിലെ വേസ്റ്റ് കെട്ടി ചാക്കാക്കി ഇവിടെ കൊടുത്ത വണ്ടി സൈഡാക്കി ആരും കാണാതെ രാത്രിയുടെ മറവിൽ കാട്ടിലേക്ക് വലിച്ചെറിയാണ്. അപ്പൊ ഈ വേസ്റ്റ് കളയാനുള്ള ഏറ്റവും നല്ല സ്ഥലം കാടാണ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഇപ്പത്തെ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും സംരക്ഷിക്കേണ്ടത് ഇതാണ്, ഈ പുഴകളും കാടും ആണല്ലോ. പക്ഷെ അതിനെയാണ് ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നശിപ്പിക്കുന്നത് നമ്മളെ തന്നെ നശിപ്പിക്കലാണ് അല്ലേ. അത് അറിയില്ല, അതാണ് സംഭവം. അത് അറിയാത്തത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവരെ ഇത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യില്ല. നമുക്കിതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തണം. ഇതിനെ സംരക്ഷിക്കേണ്ടതാണ്. ഈ വെള്ളവും പുഴയും കാടും ഒക്കെ നമ്മുടെ ജീവൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടൂല, അത്രേ ഉള്ളൂ. ആ വേസ്റ്റ് മൊത്തം അവിടെ നിന്ന് എടുത്താട്ടോ നമ്മള്. ആ താഴേന്ന് എടുത്താണ് ഈ വേസ്റ്റ് ഭൂരിഭാഗം. നമ്മളെ ഗ്രൂപ്പാട്ടോ.
വീഡിയോ ആണ് എല്ലാരും ഒക്കെ പറഞ്ഞു. അഞ്ച് ആറ് 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 ഇത്രയും വേസ്റ്റുകൾ നമ്മൾ ഇവിടുന്ന് എടുത്തല്ലോ. അങ്ങനെ നമ്മള് വേസ്റ്റ് ഒക്കെ എടുത്ത് വന്നു കേട്ടോ. തിരിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് വനയാത്രകളുടെ ലക്ഷ്യം വന്യമൃഗങ്ങളെ കാണലല്ല, മറിച്ച് പ്രകൃതിയുടെ നൈസർഗിക ഭാവത്തെ കണ്ടെത്തലാണ്. ഇതാണ് ഇപ്പൊ നമ്മള് ഫോറസ്റ്റ് ഓഫീസിലായിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മള് തത്തേങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അവിടെ നമുക്ക് സ്റ്റേ ഉള്ളത്. ഓഫീസ് ഓഫ് ദി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ. നമ്മളിവിടെ മറ്റേ എക്കോ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, എക്കോ ടൂറിസം ഷോപ്പൊക്കെ. നമ്മളെ വേസ്റ്റ് ഒക്കെ എടുത്ത് വന്ന് അട്ടയ്ക്ക് ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടാ. എൻ്റെ കാല് 2 അട്ട കടിച്ച് പറിച്ച്. എവിടെ കട്ട കയറിയിട്ടുണ്ടെന്ന് തന്നെ അറിഞ്ഞൂടാ. ഇവിടെ വനശ്രീ എക്കോ ഷോപ്പ് ഉണ്ട്. നമ്മളിവിടെ നിന്ന് സാനിറ്റൈസറൊക്കെ മേടിച്ചോണ്ട് പോയത്. ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ എക്കോ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ആദിവാസി സമൂഹത്തിന്റെ ക്ഷേമവും കാടുകളുടെ സംരക്ഷണവും നിങ്ങൾ ഉറപ്പാക്കുന്നു. അങ്ങനെ നമ്മള് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടാ. നമ്മള് സ്റ്റേയുടെ അടുത്ത് നിന്നിട്ടുണ്ട്. തത്തയങ്കലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള് വന്നേണേ. നമ്മള് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാ. അപ്പൊ ഇവിടെ സൈഡില് കണ്ട വെള്ളം കണ്ട. എന്റെ ഷൂ മൊത്തം ഇറങ്ങി, വെള്ളത്തിൽ കൂടെ ഇറങ്ങി വേണം വരാ. റെസ്ക്യൂ ആണോ? വെള്ളത്തിന് ഫോഴ്സ് ഉണ്ട് കേട്ടാ. നടക്കുമ്പോ കാല് അങ്ങ് വലിക്കുക. എന്തായാലും നനഞ്ഞ്. യൂട്യൂബ് ചാനലില് ഞങ്ങൾ തരാം. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഷെഡ്, ഡോർമെട്രി. ഇത് ഫോറസ്റ്റിൻ്റെ ആട്ടോ. ഇവിടെ നമുക്ക് സ്റ്റേയും ഫുഡെല്ലാം പറഞ്ഞേക്കണം. പിന്നെ രാത്രി ഇവിടെ. എന്താ ഭംഗി. ഫോറസ്റ്റ് ഉണ്ടാ. ഓ എൻ്റെ ഷൂ മൊത്തം നനഞ്ഞ്.